ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം. നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളത്തിൻ്റെ നനവ് തന്നെ മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. അഥവാ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നനവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഉരുളയാക്കി എടുത്തതിന് ശേഷം കൈനടിയിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി പരത്തിയെടുക്കുക. നമ്മുടെ കൈനടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് തിരിച്ചും മറച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.